Hello dear children. In the previous class of managerial economics, we discussed about Baumol's sales maximization model. ബൗമോളിന്റെ സെയിൽസ് മാക്സിമൈസേഷൻ മോഡലാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിന്റെ കുറച്ച് അസംഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു വരുന്നത്. In today's class, we are going to discuss about the criticism regarding Baumol's sales maximization model. നമുക്കറിയാം, നമ്മൾ തിയറീസ് എല്ലാം തന്നെ പഠിക്കുമ്പോഴും എല്ലാ തിയറീസും ചില ക്രിറ്റിസിസംസ്, വിമർശനങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. അതുപോലെ ബൗമോൾസിന്റെ സെയിൽസ് മാക്സിമൈസേഷൻ തിയറിയിലും എന്തുണ്ട്, ചില വിമർശനങ്ങൾ ചില തിങ്കേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആ വിമർശനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് നോക്കാം. We have to discuss about various criticism against Baumol's sales maximization model. ബൗമോളിന്റെ സെയിൽസ് മാക്സിമൈസേഷൻ മോഡലില് ഏറ്റവും കൂടുതലായി അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കേട്ടിട്ടുള്ള ഒരു ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള തിങ്കറാണ് റോസൻബർഗ്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരായിരിക്കും റോസൻബർഗ്. എക്കണോമിക് തിങ്കറാണ്. ഈ എക്കണോമിക് തിങ്കറാണ് ബൗമോൾസിന്റെ സെയിൽസ് മാക്സിമൈസേഷൻ മോഡലിനെ ക്രിട്ടിസൈസ് ചെയ്ത വൺ ഓഫ് ദ തിങ്കേഴ്സ് എന്ന് പറയുന്നത്. സോ റോസൻബർഗിന്റെ ക്രിറ്റിസിസം ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. റോസൻബർഗ്, the famous economic thinker. Rosenberg criticized that minimum profit constraint fixation is a difficult task relating to the business unit. Rosenberg criticized that the minimum profit constraint fixation or the exact profit fixation from the part of company are very difficult. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻസ് ഫിക്സ് ചെയ്യുന്ന, നമ്മൾ ഓൾറെഡി സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ പഠിച്ചിട്ടുണ്ട്. മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻസ് ഫിക്സ് ചെയ്യുന്നു എന്നുള്ളത് കമ്പനി ഓൾറെഡി ഫിക്സ് ചെയ്യുന്നുണ്ട്. ആ മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻസ് ഫിക്സ് ചെയ്യുന്നത് കമ്പനിക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. സോ it considered as one of the weakness in the case of sales maximization model. So the first criticism from the part of Rosenberg, he pointed out that difficult to specify the exact profit of the company. കമ്പനിയുടെ exact profit സ്പെസിഫൈ ചെയ്യുക എന്നുള്ളത് കമ്പനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. സോ that is the limitation in the case of Baumol's sales maximization model. And the second criticism is, നമുക്കറിയാം, sales maximization behavior generally shown in the case of oligopolistic firms. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഒളിഗോപോളിസ്റ്റിക് ഫേമുകളാണ് ഈ ഒരു സെയിൽസ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു തിയറി അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ ഒളിഗോപോളിസ്റ്റിക് ഫേമുകളുടെ കോസ്റ്റ് അറിയാതെ നമുക്ക് അതിന്റെ സെയിൽസ് അല്ലെങ്കിൽ സെയിൽസിലൂടെ ഉണ്ടാക്കുന്ന റവന്യൂ, അതിന്റെ ഔട്ട്പുട്ട് ഒന്നും തന്നെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. സോ സം ഓഫ് ദ ഒളിഗോപോളിസ്റ്റിക് ഫേംസ് ആർ നോട്ട് റെഡി ടു റിവീൽ ദെയർ കോസ്റ്റ്. അവര് ഒരിക്കലും, ഓൾമോസ്റ്റ് എല്ലാ ഒളിഗോപോളിസ്റ്റിക് ഫേമുകളെ എടുത്തു നോക്കിയാലും അവരൊരിക്കലും അവരുടെ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് അവര് റിവീൽ ചെയ്യാൻ ഒരിക്കലും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബൗമോൾസിന്റെ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ പ്രാക്ടിക്കലൈസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ്. സോ ദ പ്രോബ്ലം ഇസ് the oligopolistic firms are not ready to reveal their actual cost of production or sales. So it created a problematic situation for identifying the sales revenue. So the second criticism is, in the case of oligopolistic firm, it is difficult to identify the cost of production. And the third criticism against Baumol's sales maximization model is from the point of view of Williamson. Williamson എന്ന് പറയുന്ന എക്കണോമിക് തിങ്കറിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, according to Baumol, Baumol argued that sales maximization and profit maximization make same results. ഒരേ റിസൾട്ട്സ് തന്നെയാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്താലും സെയിൽസ് മാക്സിമൈസ് ചെയ്താലും ലഭിക്കുന്നത് എന്നാണ് ബൗമോളിന്റെ
പോയിന്റ് ഓഫ് വ്യൂല് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ വില്യംസന്റെ ക്രിറ്റിസിസത്തിൽ അദ്ദേഹം പറയുന്നത്, വില്യംസന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ സെയിൽസ് റവന്യൂ മാക്സിമൈസേഷൻ. ഫേമിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് റവന്യൂ കൂട്ടുന്നതിന് പകരം പ്രോഫിറ്റ് കൂട്ടുന്നതിലാണ് ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് എന്നാണ് ആര് പറയുന്നത്, വില്യംസൺ. സോ വില്യംസൺസ് ഒപ്പീനിയൻ കൺസിഡർ ആസ് ദ criticism against Baumol's sales maximization model. So profit maximization is always better than the sales maximization. That is the criticism against Baumol's sales maximization model from the point of view of Williamson. Williamson's അഭിപ്രായത്തിൽ സെയിൽസ് റവന്യൂ മാക്സിമൈസേഷനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ കമ്പനികൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് വില്യംസൺസിന്റെ പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള ബൗമോൾസ് തിയറിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം എന്ന് പറയുന്നത്. Another important criticism in the case of this theory is oligopolistic firms, they are always interdependent. കുറച്ച് ഫേമുകളാണ് നമ്മൾ ഒളിഗോപോളിസ്റ്റിക് ഫേമുകളായിട്ട് മാർക്കറ്റിൽ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഫ്യൂ സെല്ലേഴ്സ്. ഇപ്പൊ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂവെങ്കിൽ അവരെ നമ്മൾ ഒളിഗോപോളിസ്റ്റുകളായിട്ടാണ് പറയുന്നത്. സോ ദേ ആർ ഓൾവേസ് ഇന്റർഡിപെൻഡന്റ്. പരസ്പരം അവരെ ആശ്രയിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെയിൽസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അനാലിസിസ് നടത്തുന്നത്. സോ അവരുടെ ഇന്റർഡിപെൻഡൻസിന് തടസ്സമാകുന്ന രീതിയിലാണ് ഈ ബൗമോൾസിന്റെ സെയിൽസ് മാക്സിമൈസേഷൻ തിയറി കൊണ്ടുവന്നിരിക്കുന്നത്. Always ignores the prices or interdependence of the price fixation of oligopolistic firms. ഒളിഗോപോളിസ്റ്റിക് ഫേംസ് പരസ്പരം ഒരു ധാരണയിൽ എത്തിയിട്ടാണ് അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. റിലേറ്റഡ് പ്രൈസ് ആണ് അവർ പ്രൊഡക്റ്റിന് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഒരു പരസ്പര ധാരണയിലായിരിക്കും ബിസിനസ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇത്തരം ബൗമോൾ പറയുന്ന രീതിയിലുള്ള സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ അപ്ലൈ ചെയ്യുമ്പോൾ അവർ പ്രോഫിറ്റിനെ കൂടുതൽ അവർ മുൻതൂക്കം കൊടുക്കാതെ സെയിൽസിനാണ് ഇവിടെ മുൻതൂക്കം കൊടുക്കുന്നത്. നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചിട്ടുള്ളത്. അപ്പം അത്തരം ഫേമുകൾ മുന്നിൽ വരുന്നില്ലെങ്കിൽ ഈ ഫേമുകൾ തമ്മിൽ എന്തുണ്ടാവും, ഒരു ക്ലാഷ് ഉണ്ടാവും. അതായത് ഇന്റർഡിപെൻഡൻസിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അവരുടെ പ്രൈസ് ഫിക്സേഷനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഒരു ഫേം ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ആയിരിക്കില്ല മറ്റൊരു ഫേം ഫിക്സ് ചെയ്യുന്നത്. മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻസിൽ വ്യത്യാസം വരും. അപ്പം ബൗമോളിന്റെ ഈ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ ചില ഒളിഗോപോളിസ്റ്റിക് ഫേമുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. സോ ദാറ്റ് ഇസ് ദ ക്രിറ്റിസിസം റിലേറ്റിംഗ് ടു ബൗമോൾസ് സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ. Ignores the interdependence of prices of oligopolistic firm. That is the fourth weakness or criticism. ഒളിഗോപോളിസ്റ്റിക് ഫേമുകൾക്ക് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള പ്രൈസ് ഫിക്സേഷൻ ഇവിടെ ബൗമോളിന്റെ ഈ തിയറി ഒരു തടസ്സമാവുന്നുണ്ട്. അപ്പൊ അവര് പരസ്പരം ഇന്റർഡിപെൻഡന്റ് ആയിട്ട് ഓപ്പറേഷൻ നടത്താൻ അല്ലെങ്കിൽ പ്രൈസ് ഫിക്സേഷനിൽ അവര് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഈ ഒളിഗോപോളിസ്റ്റിക് ഫേമുകളുടെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്, അവരുടെ മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻസിന് അതൊരു തടസ്സമാകും. Then the fifth criticism നമുക്ക് എടുത്തു പറയാനുള്ള ഒരു തിങ്കറാണ് പ്രൊഫസർ ഹാൾ. പ്രൊഫസർ ഹാൾ is the famous economist or famous management thinker. ഹാളിന്റെ അഭിപ്രായത്തിൽ he conducted studies relating to 500 firms. നമ്മളെ 500ഓളം കൺസേൺസിൽ പഠനം നടത്തി. അതിലൊന്നും തന്നെ എന്ത് നടത്തുന്നില്ല, സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നാണ് ആര് പറയുന്നത്, പ്രൊഫസർ ഹോളിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ ട്രീറ്റഡ് ആസ് വൺ ഓഫ് ദി ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് ബൗമോൾസ് മോഡൽ. സോ അക്കോർഡിംഗ് ടു ഹോൾ there is no firms they operate with sales maximization model. 500 ഫേംസിൽ പഠനം നടത്തി അദ്ദേഹം ഈ പഠനത്തിലൂടെ മനസ്സിലാക്കിയത് ഫേംസ് ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ബൗമോൾസിന്റെ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻസ് വെച്ചിട്ട് സെയിൽസ് കൂട്ടുക എന്നുള്ള ഒരു അപ്ലിക്കേഷൻ ഫേംസ് ഒന്നും നടത്തുന്നില്ല എന്നാണ് ആര് പറയുന്നത്, ഹാൾ പറയുന്നത്. സോ we discussed about various criticisms relating to Baumol's sales maximization model. So first criticism, റോസൻബർഗിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ഫേംസിന്റെ പ്രോഫിറ്റ് സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു സ്പെസിഫൈ ദ എക്സാക്ട് പ്രോഫിറ്റ് ഓഫ് ദ ഫേം.
ഫേംസിന്റെ എക്സാക്ട് പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് റോസൻബർഗിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത്. ദ സെക്കൻഡ് ലിമിറ്റേഷൻ ഓർ ദ ക്രിറ്റിസിസം ഇസ് ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ ദ കോസ്റ്റ്. ഒളിഗോപോളിസ്റ്റിക് ഫേംസ് എല്ലാം തന്നെ അവരുടെ ആക്ച്വൽ കോസ്റ്റ് റിവീൽ ചെയ്യാൻ വിസമ്മതിക്കുന്നുണ്ട്, റിവീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻസ് വെച്ച് റവന്യൂ ഐഡന്റിഫൈ ചെയ്യാനൊന്നും നമുക്ക് സാധ്യമല്ല. Then the third is Williamson. Williamson എക്കണോമിസ്റ്റ് ആണ്. വില്യംസൺസിന്റെ അഭിപ്രായത്തിൽ profit maximization is better than sales maximization. According to Baumol, he said that sales maximization is better than profit maximization. But in the point view of Williamson, profit maximization is better than sales maximization. നാലാമതായിട്ട് നമ്മൾ പറഞ്ഞത് ignores the interdependence of the price of oligopolistic firm. ഒളിഗോപോളിസ്റ്റിക് ഫേം എല്ലാം തന്നെ പരസ്പര ധാരണയിലാണ് അവര് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ ഫേംസിൽ മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻസ് വെച്ച് കഴിഞ്ഞാൽ ഫേംസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ധാരണയിലെത്തി പ്രൈസ് ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രൊഫസർ ഹോളിന്റെ അപ്രോച്ച് ആണ്. അദ്ദേഹം പറയുന്നത് 500 സ്റ്റഡീസ് നടത്തിയിട്ടും അദ്ദേഹത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചത് എന്താണ്, നോ ഫേംസ് ദേ ആർ ഓപ്പറേറ്റിംഗ് വിത്ത് ബൗമോൾസ് മാക്സിമൈസേഷൻ മോഡൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ക്രിറ്റിസിസംസ് ആയിട്ട് പറയുന്നത്. Criticism against Baumol's sales maximization model. So many thinkers criticized Baumol's sales maximization model in different ways. What are the different categories of criticisms in the case of Baumol's model? The first thinker is Rosenberg. He has criticized the use of profit constraints by sales maximization of Baumol. It is difficult to specify exact profit of the business. റോസൻബർഗിന്റെ അഭിപ്രായത്തിൽ പ്രോഫിറ്റ് കൺസ്ട്രെയിൻസ്, അതായത് ബിസിനസിന്റെ മിനിമം പ്രോഫിറ്റ് ഫിക്സ് ചെയ്യുക, അതിലൂടെ സെയിൽസ് മാക്സിമൈസ് അറ്റൈൻ ചെയ്യുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ടാണ് പറയുന്നത്. The second one, generally sales maximization behavior seen in oligopolistic firms. Unless we know the cost condition of the individual firm, we cannot ascertain the level of output that will bring maximum sales revenue. Such data will not be disclosed by any firm. സെയിൽസ് മാക്സിമൈസേഷൻ ബിഹേവിയർ നമ്മൾ ജനറലി കണ്ടുവരുന്നത് എവിടെയാണ്, ഒളിഗോപോളിസ്റ്റിക് ഫേംസിലാണ്. പക്ഷേ ഒളിഗോപോളിസ്റ്റിക് ഫേംസ് അവരുടെ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം സെയിൽസ് റവന്യൂ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ സാധിക്കില്ല. സോ ഇത്തരം ഡാറ്റ, അതായത് കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ഒന്നും തന്നെ കമ്പനീസ് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സെയിൽസ് മാക്സിമൈസേഷന് യാതൊരു ഇമ്പോർട്ടൻസും നൽകാൻ ഏതിന് സാധിക്കുന്നില്ല, ബൗമോൾസിൻ്റെ സെയിൽസ് മാക്സിമൈസേഷൻ തിയറി കൊണ്ട് സാധിക്കുന്നില്ല. സോ ഇതാണ് രണ്ടാമത്തെ ക്രിറ്റിസിസം ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. The third criticism is Baumol has argued that revenue and profit maximization yield the same results. ബൗമോളിൻ്റെ അഭിപ്രായത്തിൽ റവന്യൂ മാക്സിമൈസേഷൻ, സെയിൽസ് ത്രൂ റവന്യൂ മാക്സിമൈസേഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ രണ്ടും ഒരേപോലെയുള്ള റിസൾട്ടാണ് നൽകുന്നത് എന്നാണ് ബൗമോളിൻ്റെ കണ്ടെത്തൽ. ബട്ട് ഇൻ ദ പോയിന്റ് വ്യൂ ഓഫ് വില്യംസൺസ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രൊവൈഡ് ബെറ്റർ റിസൾട്ട്സ് ദാൻ സെയിൽസ് മാക്സിമൈസേഷൻ. വില്യംസന്റെ അഭിപ്രായത്തിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് ഒരു ഫേമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ്, അത് സെയിൽസ് മാക്സിമൈസേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. Another weakness of this model is that it ignores the interdependence of the prices of oligopolistic firms. ഒളിഗോപോളിസ്റ്റിക് ഫേംസ് എല്ലാം തന്നെ പ്രൈസ് ഡിസിഷൻസ് എടുക്കുന്നത് പരസ്പര ധാരണയോടുകൂടിയാണ്. പക്ഷേ സെയിൽസ് മാക്സിമൈസേഷൻ അപ്ലൈ ചെയ്യുന്ന ഒളിഗോപോളിസ്റ്റിക് ഫേംസിന് അവരുടെ പ്രൈസ് ഡിസിഷൻ എടുക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ദാറ്റ് ഈസ് ദ ഫോർത്ത് പോയിന്റ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് the point view of Professor Hall. In his analysis of 500 firms, came to the conclusion that the firms do not operate in accordance with the objective of sales maximization. 500 ഫേംസിന് ഇവാലുവേഷൻ നടത്തിയപ്പോൾ പ്രൊഫസർ ഹോൾസ് കണ്ടെത്തിയത് ഓർഗനൈസേഷനിൽ സെയിൽസ് മാക്സിമൈസേഷൻ എന്ന എയിം വെച്ചിട്ട്
ഒരു ഓർഗനൈസേഷനും ഓപ്പറേഷൻ നടത്താൻ സാധിക്കില്ല എന്നാണ് പ്രൊഫസർ ഹോളിൻ്റെ ഒപ്പീനിയൻ. സോ ദീസ് ആർ ദ മെയിൻ ക്രിറ്റിസിസംസ് അഗൈൻസ്റ്റ് Baumol's sales maximization model. Okay, thank you.